ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ സന്തോഷത്തോടെ അടുത്തിരിക്കുന്ന ആളെ തൊട്ടെന്ന് പറഞ്ഞാട്ട് ഞാൻ സന്തോഷത്തോടെ ആയിരിക്കും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ദൈവം ഭാഗം നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവമൊരുക്കി തന്നെ നിമിഷങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവവചനം ഇങ്ങനെ പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. ഇവിടെ ഇന്ന് രാത്രി ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ അപ്പുറവും ഇപ്പുറവും മുൻപും പിൻപും പല അനിഷ്ട സംഭവങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ ഒക്കെ നടന്നപ്പോൾ അവിടെയെല്ലാം എന്നെയും നിങ്ങളെയും കാത്തു പരിപാലിച്ച ഒരു നല്ല കർത്താവാണ്. ആ കർത്താവാണ് ഇന്ന് രാത്രി ഇവിടെയുള്ളത്. ഇവിടെയുള്ള കൊയറോ മ്യൂസിക് ടീമോ കടന്നു വന്ന ജനമോ അല്ല, മുഖ്യമായി ഒരു നല്ല സഖി ഇവിടെയുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒരു പെർഫോമൻസിന് വേണ്ടിയല്ല ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ നിൽക്കുന്നത് ഒരു നല്ല സഖിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാനാണ്. നമ്മുടെ ജീവിതത്തിലെ തുമ്പങ്ങളിൽ, പ്രശ്നങ്ങളിൽ, രോഗങ്ങളിൽ, കഷ്ടങ്ങളിൽ കൂടെ ഇരുന്ന ഒരു നല്ല സഖി. കണ്ണുകളൊന്നും അടയ്ക്കുമോ? എല്ലാ കണ്ണുകളും കർത്താവിനെ നടന്നിരിക്കട്ടെ. എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. ആരെങ്കിലും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് സ്തുതി. ഒരിക്കൽ കൂടെ ചേർന്ന് യാചിക്കാത്ത നന്മകൾ പോലും എനിക്ക് സ്തുതി. ഹൃദയത്തിന്റെ ആഴത്തിൽ നന്ദിയോടെ ഞാൻ സ്തുതി പാടി എന്റെ യേശുനാഥ, നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നീ ചെയ്തൊരു നന്മയ്ക്ക് ഇന്നു